2025 അവസാന ദിവസമാണ് കേട്ടോ ഇന്ന്. 2025 തീരുന്നതിന് മുമ്പേ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അയാം മോൻ്റെ വാക്സിനേഷനാണ്. 10 വയസ്സിൻ്റെ വാക്സിനേഷനാണ് കേട്ടോ. മാർച്ചിൽ അവന് 10 വയസ്സ് പൂർത്തിയായതാണ്. അന്ന് മുതൽ വാക്സിൻ എടുക്കാൻ പോകാം എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറും കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞ് ലാസ്റ്റ് ദിവസമാണ് ഇന്ന്, എന്തായാലും വാക്സിൻ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇന്ന് പുള്ളി ഇച്ചിരി ഉഷാറാണ്, എടുക്കാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് എത്തിയിട്ടുണ്ട്. ക്യൂവിൽ നിന്ന് നമ്മൾ ചീട്ടെടുക്കാൻ ചെന്നപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ കറണ്ട് പോയി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു, അങ്ങനെ ചീട്ടൊക്കെ എടുത്തു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാത്തത് കൊണ്ടായിരിക്കാം കുറച്ച് ചുറ്റേണ്ടി വന്നു കേട്ടോ. എവിടെയാ എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. പിന്നെ കുറേ കിടന്നോടി. അങ്ങനെ മാസ്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മാസ്ക് ഒക്കെ പോയി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ. ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും ഇവിടെയല്ല അപ്പുറത്താണെന്ന് പറയാം. അങ്ങനെ കുറേ ഓടിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തുന്നത്. അയാൻ്റെ ടെൻഷൻ കൊണ്ട് ഇവിടെയാണോ ഉമ്മച്ചി എടുക്കുന്ന, അവിടെയാണോ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബോറടി ഇല്ലായിരുന്നു. ഞങ്ങൾ പയ്യെ ആ ഒരു ലാഘവത്തിൽ അങ്ങനെ നടന്നതാണ് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ ഒരുപാട് ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വളരെ ശാന്തമായ ഒരു സ്ഥലം. നമ്മളൊക്കെ എന്ത് അസുഖം വന്നാലും ഓടി പ്രൈവറ്റ് ആശുപത്രിയിലോട്ടല്ലേ പോകുന്നത്, എന്നെ ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള സൗകര്യങ്ങളെ പറ്റി ആരും അറിയുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ അയാമോനെ അകത്തോട്ട് കയറ്റി വെയിറ്റും ഹൈറ്റും പിന്നെ ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു. അതിനിടയ്ക്ക് മാസ്ക് ഒക്കെ ഒന്ന് വെച്ച് കേട്ടോ. ഞാൻ പുട്ടിന് പീരീഡ് ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, വേദന എടുക്കുമോ വേദന എടുക്കുക. അങ്ങനെ ആ ഡോക്ടറിനെയൊക്കെ കണ്ടു, വാക്സിനേഷനൊക്കെ എടുത്തു കേട്ടോ. അയ്യോ, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അവൻ ഓർത്ത് കുറച്ച് സമയം നിന്ന് കരയേണ്ടി വരുമെന്നേ, പക്ഷേ ഉദ്ദേശിച്ച പോലൊന്നും ഇല്ല. അവൻ ബനിയം പൊക്കിയ സമയം കൊണ്ട് അവർ ഇഞ്ചക്ഷൻ എടുത്തങ്ങ് നീങ്ങി കേട്ടോ. വാക്സിൻ എടുക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, അവിടെ ഇതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുക്കാൻ നിന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൻ പറയുന്നു ഇത്രയേ ഉള്ളൂ വാക്സിനേഷൻ എന്നൊക്കെ ചോദിച്ചേട്ടോ. പിന്നെ ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നേരെ ഫാർമസിയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നു. പിന്നെ ഞാൻ പറഞ്ഞിടാം നമുക്ക് ഗാൽപോൾ മരുന്ന് ഇരിപ്പുണ്ട്, നമുക്ക് അത് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങി പോകുന്നു കേട്ടോ. ഒക്കെ നിന്ന് വരുമ്പോൾ ഒരുപാട് സമയം പോകും. എനിക്കാണെങ്കിൽ ഇനി വീട്ടിൽ ചെന്നിട്ട് അടുത്ത ആളെയും കൊണ്ട് ആശുപത്രി പോകാനുള്ളതാണ്. അടുത്ത ആളെയും കൊണ്ട് ആശുപത്രി പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.